അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മദ്രസയിൽ നിങ്ങൾ ഈ പാഠം പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും പാഠത്തിലെ പ്രധാന ഭാഗങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും പരീക്ഷകൾക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. പാഠപുസ്തകത്തിലെ വിഷയങ്ങൾ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അതിനാൽ വീഡിയോ മുഴുവൻ ശ്രദ്ധയോടെ കാണുക, പ്രധാന പോയിന്റുകൾ കുറിച്ചു വെക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. മദ്രസയിൽ നിങ്ങൾക്ക് ഉസ്താദ് നന്നായി പാഠഭാഗം വിശദീകരിച്ച് തന്നിട്ടുണ്ടാവാം. എന്നാലും ഒരിക്കൽ കൂടി നമ്മൾക്ക് ആ പാഠഭാഗം നോക്കിയാൽ മാത്രമേ അത് മനസ്സിൽ നന്നായി ഉറക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് രണ്ടാമത്തെ പാഠമായ അൽ മസ്ജിദുൻ നബവിയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. താരീഖിലെ രണ്ടാമത്തെ പാഠം. ഒന്നാമത്തെ പാഠത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് പോയി കാണാവുന്നതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത് എന്തായിരുന്നു? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത് എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. പള്ളി നിർമ്മിക്കുകയാണ് ചെയ്തത്, അല്ലേ? മസ്ജിദുൽ കുബാ നിർമ്മിച്ചു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ മദീനയിൽ നബി എത്തിയപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീടോ കച്ചവട സ്ഥാപനമോ നിർമ്മിക്കുകയായിരുന്നോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയിട്ടോ വീടോ കച്ചവട സ്ഥാപനമോ നിർമ്മിക്കുകയായിരുന്നില്ല. അല്ല. മുസ്ലിങ്ങൾക്ക് ഇബാദത്തിനായി ഒത്തുകൂടാനും ദീൻ പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാനും കഴിയുന്ന ഒരു പള്ളി നബിയുടെ പണിയുക എന്നതായിരുന്നു നബിയുടെ ലക്ഷ്യം. അല്ലെങ്കിൽ പള്ളി എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത്. എന്തിനൊക്കെ വേണ്ടിയിട്ട്? വീടോ കച്ചവട സ്ഥാപനമോ ആയിരുന്നില്ല പണിതിട്ടുണ്ടായിരുന്നത്. എന്താണ്? അവർക്ക് ഇബാദത്തിനായിട്ട് നിസ്കരിക്കാനും പിന്നെയോ ദീൻ പഠിക്കാനും പിന്നെ പരസ്പരം കൂടിയാലോചിക്കാനും കഴിയുന്ന, എല്ലാവർക്കും ഒത്തുകൂടി ഒരു പരസ്പരം ഇതാക്കാൻ കഴിയുന്ന ഒരു പള്ളിയായിരുന്നു അവർ പണിഞ്ഞിട്ടുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. എന്താ പറഞ്ഞത്? ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. അവിടെ ഉണ്ടായിരുന്ന കാരക്ക ഉണക്കുന്ന ഒരു സ്ഥലം അവർ കാണിച്ചു കൊടുത്തു. ആര്? മദീനക്കാരെ കാണിച്ചു കൊടുത്തു. ബനു നജാർ ഗോത്രക്കാർ ആ സ്ഥലം ദാനമായി കൊടുക്കാൻ തയ്യാറുമായി. ബനു നജാർ ഗോത്രക്കാരുടെ സ്ഥലമായിരുന്നു അത്. അവിടെ എന്താണ്? കാരക്ക ഉണക്കുന്ന ഒരു സ്ഥലമായിരുന്നു. കാരക്ക മീൻസ് ഈത്തപ്പഴയിലെ ഡേറ്റ്സ്, അത് ഉണക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? അത് വില കൊടുക്കാതെ വാങ്ങിയില്ല. അതായത് വെറുതെ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയില്ല. അതിന് എന്ത് കൊടുത്തു? പ്രതിഫലം കൊടുത്തിട്ട്, അല്ലെങ്കിൽ അതിന് വില കൊടുത്തിട്ടാണ് വാങ്ങിയത്. അതിനാവശ്യമായ പണം നൽകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ ആയിരുന്നു. എന്തിനാവശ്യമായിട്ടുള്ള പണം? അതായത് ഈ ബനു നജാർ ഗോത്രക്കാരായിട്ടുള്ള ആൾക്കാർ കാരക്ക ഉണക്കുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പള്ളി പണിയാൻ വേണ്ടി ആവശ്യമായി. അങ്ങനെ ആ ഒരു പള്ളി പണിയാൻ ആവശ്യമായ സ്ഥലം ബനു നജാർ ഗോത്രക്കാരിൽ നിന്ന് വില കൊടുത്ത്, പൈസ കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പണം നൽകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ ആയിരുന്നു. മനസ്സിലായില്ലേ? സ്വഹാബികൾ കല്ലുകളും മണ്ണും ശേഖരിച്ച് പള്ളി നിർമ്മാണം ആരംഭിച്ചു. സ്വഹാബികൾ കല്ലുകളും മണ്ണും ശേഖരിച്ച് പള്ളി നിർമ്മാണം ആരംഭിച്ചു. ഇന്നത്തെ പോലെ എന്താണ് പിന്നെ ജോലിക്കാരെ വെച്ചോ അങ്ങനെയൊന്നുമല്ല ചെയ്തുകൊണ്ടിരുന്നത്. സഹാബികൾ തന്നെയാണ് പള്ളി നിർമ്മാണം ആരംഭിച്ചത്. സഹാബികൾ തന്നെ കല്ലുകളും മണ്ണുകളൊക്കെ ചുമന്ന് സഹാബികളാണ് പള്ളി നിർമ്മാണം ആരംഭിച്ചത്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളോടൊപ്പം കല്ലുകൾ ചുമക്കുകയും നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി നിൽക്കുകയല്ല ചെയ്തിരുന്നത്. സഹാബികളോടൊപ്പം പള്ളി പണിയാനുള്ള ജോലിയിൽ നബിയും സഹായം നൽകി. നിർമ്മാണത്തിനിടെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ലാ ഐഷ ഇല്ല ഐഷുൽ ആഖിറ ഫഅഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ,
പരലോകത്തെ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല. അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പാക്കി കൊടുക്കണം എന്നാണ്. അൻസാരികളും മുഹാജിറുകളും ആരാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ വ്യക്തമായിട്ട് പഠിച്ചിരുന്നതാണ്. ആരാണ്? അവിടെ മദീനയിൽ വന്ന സഹാബികളും മദീനയിൽ വന്ന സഹാബികളെ സ്വീകരിച്ച സഹാബികളാണ് മുഹാജിറുകളും അൻസാരികളും. എല്ലാം അനുയായികളെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന നേതാവിനെയല്ല, പകരം കൂടെ പണിയെടുത്ത് അവർക്ക് ആവശ്യം പകരുന്ന നേതാവിനെയാണ് ഇവിടെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ തന്നെ, അനുയായികളുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിലും ഏർപ്പെട്ടു. എല്ലാവരും ഇഖ്ലാസോടെ ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു. കല്ലും മണ്ണും ഉപയോഗിച്ചുള്ള ചുമരുകൾ ഈന്തപ്പനയുടെ മേൽക്കൂരയുമായിരുന്നു പള്ളിക്കുണ്ടായിരുന്നത്. കല്ലും മണ്ണും ഉപയോഗിച്ചുള്ള ചുമരുകളും ഈന്തപ്പനയുടെ മേൽക്കൂരയുമായിരുന്നു പള്ളിക്കുണ്ടായിരുന്നത്. ഇന്ന് കല്ലും മണ്ണും ഉപയോഗിച്ചാണോ വീടുകൾ പണിയുന്നത്? അല്ല. ഇന്ന് കല്ലും സിമൻറ്റ്, പൂഴി ഒക്കെ ഉപയോഗിച്ചാണ് ഭിത്തികൾ, ചുമരുകൾ ഉണ്ടാക്കുന്നത്. മേൽക്കൂര ഓട്, കോൺക്രീറ്റ് അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് മേൽക്കൂര ഉണ്ടാക്കുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണിത പള്ളിക്ക് കല്ലും മണ്ണും ഉപയോഗിച്ചുള്ള ചുമരുകളും പിന്നെ മേൽക്കൂര എങ്ങനെയായിരുന്നു? ഈന്തപ്പനയുടെ മേൽക്കൂരയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈന്തപ്പന എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം കഴിക്കുന്ന പനയോല. മദീന പള്ളി നിസ്കാരം കേന്ദ്രം മാത്രമായിരുന്നില്ല. അതൊരു വിജ്ഞാന കേന്ദ്രം, പിന്നെയോ കോടതി, കൂടിയാലോചനാ ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം തുടങ്ങി മദീനയിലെ ഇസ്ലാമിക കേന്ദ്രം കൂടിയായിരുന്നു ഈ ഒരു പള്ളി. അപ്പോൾ നമ്മൾക്ക് താഴെ ചിത്രത്തിൽ മസ്ജിദുൻ നബവിയുടെ വിവിധ കാലങ്ങളിലെ രൂപം കാണാൻ വേണ്ടി സാധിക്കും. അവിടെ വർഷങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓരോ വർഷത്തിൽ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയുടെ രൂപം എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ പൂരിപ്പിക്കുക എന്നത് കണ്ടോ? ഒന്നാമത്തെ പ്രവർത്തനമാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത് ഡേഷ് നിർമ്മിക്കുകയായിരുന്നു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്തത് എന്തായിരുന്നു? മുസ്ലിങ്ങൾക്ക് ഇബാദത്തിനായി ഒത്തുകൂടാനും ദീൻ പഠിപ്പിക്കാനും നബിയുമായി കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാനും കഴിയുന്ന ഒരു പള്ളി നിർമ്മിക്കുകയായിരുന്നു. അല്ലേ? എന്താണ് ചെയ്തത്? ഒരു പള്ളി നിർമ്മിക്കുകയായിരുന്നു. രണ്ടാമത്തേത് എന്താണ്? ഡേഷ് ഉപയോഗിച്ചാണ് പള്ളി ഉണ്ടാക്കിയത്. എന്തൊക്കെയായിരുന്നു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്? ചുമരുകൾക്ക് കല്ലും മണ്ണും ഉപയോഗിച്ചു. മേൽക്കൂരയ്ക്ക് എന്താണ് ഉപയോഗിച്ചത്? ഈന്തപ്പനയുടെ മേൽക്കൂരയുമായിരുന്നു. ഇനി രണ്ടാമത്തേത് ചർച്ച ചെയ്യുക. മദീനയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പള്ളിയാണ് നിർമ്മിച്ചത്. കാരണം എന്തായിരിക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആദ്യം എത്തിയപ്പോൾ പള്ളി നിർമ്മിക്കാൻ കാരണം എന്തായിരുന്നു? മുസ്ലിങ്ങൾക്ക് ഇബാദത്തിനായിട്ട് ഒത്തുകൂടാനും ദീനെ പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാനും കഴിയുന്ന ഒരു ഇത് വേണമായിരുന്നു. അല്ലേ? അത് മാത്രമല്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും വേണ്ടിയിട്ടാണ് പള്ളി. ഇനിയോ ഭൂമി ദാനം കൊടുക്കാൻ അവർ തയ്യാറായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വില കൊടുത്ത് വാങ്ങിയതിലെ ഗുണപാഠം എന്താണ്? ഒന്നാമത്തേത്, മദീനയിലെത്തിയപ്പോൾ നബി ആദ്യം പള്ളിയാണ് നിർമ്മിച്ചത്. കാരണം എന്തായിരിക്കും? പിന്നെ ഭൂമി ദാനം കൊടുക്കാൻ അവർ തയ്യാറായിട്ടും നബി വില കൊടുത്ത് വാങ്ങിയതിൽ ഗുണപാഠം. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിനെ ഈ ഉത്തരം എഴുതാനായിട്ടുണ്ട്. മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായി. ആര്? മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായത് ആരായിരുന്നു? ഇപ്പുറത്തെ പേജിൽ തന്നെ ഉണ്ട്. ബനുൻ നജാർ ഗോത്രക്കാരാണ് ആ സ്ഥലം ദാനമായി കൊടുക്കാൻ തയ്യാറായത്. ഇനി രണ്ടാമത്തെ ചോദ്യം, മസ്ജിദുൻ നബവി നിസ്കാരത്തിന് പുറമെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അന്ന് ഉപയോഗപ്പെടുത്തിയത്? മസ്ജിദുൻ നബവി അന്ന് നിസ്കാരത്തിന് മാത്രമായിരുന്നില്ല, അതൊരു വിജ്ഞാന കേന്ദ്രമായിരുന്നു, ഒരു കോടതിയായിരുന്നു, കൂടിയാലോചന ഭവനമായിരുന്നു,
പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലവും കൂടി ആയിരുന്നു. പിന്നെയോ മദീനയിലെ ഇസ്ലാമിക കേന്ദ്രം കൂടിയായിരുന്നു. പള്ളിയുടെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പങ്കെടുത്തത്? ഒരു നേതാവായിട്ടല്ല, അവരുടെ കൂടെ തന്നെ എന്ത് ചെയ്തു? ഇവിടെ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ലുകൾ ചുമക്കുകയും നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. എല്ലാ അനുയായികളെ ഏൽപ്പിക്കാതെ നബിയും കൂടെ എല്ലാത്തിലും പങ്കുചേരുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് പഠിക്കാനായിട്ട്. ായിട്ടുള്ള ചോദ്യം ഉത്തരം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടിയാണ് പള്ളി പണിതത്? മുസ്ലിങ്ങൾക്ക് ഇബാദത്തിനായിട്ട് ഒത്തുകൂടാനും ദീനി പഠിക്കാനും നബിയുമായി കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാനും കഴിയുന്ന ഒരു പള്ളി പണിയുക എന്നതായിരുന്നു നബി ആദ്യം ചെയ്തത്. പിന്നെ ആരായിരുന്നു സ്ഥലം കൊടുത്തത്? ദാനമായി കൊടുത്തത് ബനു നജാർ ഗോത്രക്കാരായിരുന്നു. എന്നാൽ നബി അത് ദാനമായി സ്വീകരിക്കാതെ അവർക്ക് വില കൊടുത്ത് വാങ്ങുകയാണ് ചെയ്തത്. പിന്നീടോ ആരൊക്കെയാണ് പള്ളി നിർമ്മാണം ആരംഭിച്ചത്? സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ചേർന്ന് തന്നെയാണ് പള്ളി നിർമ്മാണം തുടങ്ങിയത്. അപ്പോൾ മസ്ജിദ് നബവിയുടെ വിവിധ കാലഘട്ടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ളത്.